ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് എഗ് ട്രേ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ്. ഇതിനു മുമ്പ് ഞാൻ എഗ് ട്രേ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാർഡ്ബോർഡിൽ വരുന്ന ആ ഒരു ട്രേ വെച്ചിട്ടാണ് ചെയ്തത്. ഇതിതാ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു അടിപൊളി ട്രേ ആണ്. നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു ട്രേ ആട്ടോ. ഈ ഒരു ട്രേ എൻ്റെ കയ്യിൽ ഫസ്റ്റ് ടൈം ആട്ടോ കിട്ടുന്നത്. ഈ ഒരു ട്രേ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ടൈമാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത് കിട്ടിയ ഉടനെ തന്നെ ഞാൻ എഗ്ഗ് മാറ്റിയിട്ട് ഈ ട്രേ കണ്ടപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ആ ഗ്ലേസിങ്ങും എല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ അപ്പം തന്നെ മനസ്സിൽ വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഒരു ഐറ്റം തന്നെ ആട്ടോ റെഡിയാക്കുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് പൊളിയാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ എഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ കാർഡ്ബോർഡിൻ്റെ എഗ് ട്രേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതും ഈസിയാണ്. എന്നാലും കൈക്കൊക്കെ തട്ടുമ്പോൾ എന്താ പറയുക, സ്ക്രാച്ചൊക്കെ വീഴാൻ ഇതുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കല്ലേ, അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫുള്ളായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ഇതേപോലെയാണ് വേണ്ടത്. ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് നമ്മളെന്താ ഒന്ന് കട്ട് ചെയ്യുന്ന ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് പെറ്റൽസ് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് പിന്നെയും അടുത്ത വെട്ടിട്ട് കൊടുക്കുക. അങ്ങനെ ഇതിൽ ഫുള്ളായിട്ട് അങ്ങനെ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 4-5 വെട്ടിട്ട് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വെട്ടിട്ടതിൻ്റെ ഓരോന്നിനെയും പെറ്റൽസ് ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഓരോന്നിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒരു ഷേപ്പ്, പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ എത്ര പീസാണോ നമ്മളിത് ചെയ്ത് വെച്ചിട്ട് ആ എല്ലാ പീസിനെയും ഇങ്ങനെ തന്നെ ആട്ടോ ചെയ്യുന്നത്. വേറൊരു പണിയുമില്ല. എല്ലാ പീസിനെയും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ പെറ്റൽസ് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പെറ്റൽസൊക്കെ കട്ട് ചെയ്യാനായിട്ട് പല എന്താ പറയുക ഷേപ്പിലുള്ള പെറ്റൽസും ഉണ്ടല്ലോ. ഞാനിത് സിമ്പിളായിട്ട് മുകൾ ഭാഗത്ത് ഒരു ഷേപ്പിലാകുന്ന രീതിയിലാട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇത് 3 എണ്ണമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് 3 എണ്ണം വേണം കേട്ടോ. പിന്നെ അതിൻ്റെ മിഡിലേക്ക് മൊട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാനും കൂടി വേണം. ഞാനിത് 3 എണ്ണം കട്ട് ചെയ്തില്ലേ. ഇനി ഇതിന് ഒന്ന് കൂട്ടി യോജിപ്പിക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റിലേനെ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ലെയർ ഒട്ടിക്കുമ്പോൾ അതിൽ നിന്ന് ഒരിതൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഫസ്റ്റിൽ ഒന്നിവിടെ മാറ്റി വെച്ചില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കുക. കണ്ടില്ലേ, അപ്പോൾ 2 ലെയറായല്ലോ. ഇനി മൂന്നാമത്തും ഇതേപോലെ തന്നെ ഒരു ഇതൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇത് മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കുക. നമ്മൾ 3 ലെയറും വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ആ മുട്ട് രൂപത്തിലുള്ളതാണല്ലോ. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ അതിന് നമ്മൾ ഇതൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അതിനൊന്ന് മുട്ട് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് ഇതിൽ നിന്നൊരു പീസും കൂടി എടുത്തിട്ട് അതും കൂടി ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മിഡിലും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ അടിപൊളി ഫ്ലവറായി കിട്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി ഫ്ലവറിനെ നമുക്ക് എന്താ പറയുക, വിടർത്തിയിട്ടാണ് വേണ്ടതെങ്കിൽ ഓരോ ഇതളിനെയും കൈ വെച്ചിട്ടൊന്ന് വിടർത്തി കൊടുക്കുക കേട്ടോ. അല്ലാതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഫ്ലവർ ഒന്ന് ചുരുങ്ങിയ ആ ഒരു രീതിയിൽ, വിടർന്ന ഫ്ലവറല്ല, ഒന്ന് എന്താ പറയുക, ഒന്ന് ഒതുങ്ങിയിട്ടുള്ള ആ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ അതങ്ങനെ അമരും കേട്ടോ. ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണ്ടേ. എനിക്കിനി വിടർന്ന ഫ്ലവറാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതളൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നിവർത്തിയാൽ മതിയേ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ബാക്കി നമ്മൾ ചെയ്ത് വെച്ചില്ലേ, അതിനെല്ലാം ഇതേപോലെ ഫ്ലവേഴ്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇതേപോലെ നമുക്കൊരു 9-10ഓളം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയും കൂടി ഞാനിത് ഫ്ലവേഴ്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ തന്നെ ബാക്കി വെച്ചിട്ട് ഒരു 9 അല്ലെങ്കിൽ 10 ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. ആ 10 ഫ്ലവേഴ്സും സെറ്റാക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണ്ടേ. അപ്പോൾ അറേഞ്ച് ചെയ്യാനായിട്ട് ഞാനിതാ ഒരു കമ്പാട്ടോ എടുക്കുന്നത്. ഈ കമ്പിൻ്റെ മുകളിലായിട്ട് കുറേ എന്താ പറയുക ശാഖകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിന് വേറെ എക്സ്ട്രാ പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇത് നല്ല ഉണങ്ങിയിട്ടുള്ളൊരു കമ്പാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിന്മേൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതൊരു 9 ഫ്ലവറാണ് ഉള്ളത്. ഈ 9 ഫ്ലവറും അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എവിടേക്കാണോ ഫ്ലവേഴ്സ് വേണ്ടതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കത് നല്ലതുപോലെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. വെച്ച് നോക്കുമ്പോൾ അത് ഒട്ടിക്കാത്തതുകൊണ്ട് തന്നെ അത് വീണൊക്കെ പോകും കേട്ടോ. അതൊന്നും നോക്കണ്ട, ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ലുക്ക് നോക്കിയാൽ മതി കേട്ടോ. ഞാനിതാ ഗ്ലൂഗിനെ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഞാൻ ആദ്യം തന്നെ എവിടെയൊക്കെ വെക്കണം എന്നുള്ള ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ ആദ്യം ഒന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒട്ടിച്ച് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു എഗ് കളറായിരുന്നെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവുമായിരുന്നല്ലേ. ഈ ബ്ലൂ ഭംഗിയില്ല എന്നല്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഇലകളും കൂടി വേണ്ടേ. ഞാൻ ഇലകളും നമ്മുടെ ചെടിയിൽ നിന്ന് പറിച്ചിട്ട് വന്നതാട്ടോ. അപ്പോൾ അതും കൂടി ഇതിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണേ. അപ്പോൾ ഈ ഇലകൾ ഒട്ടിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാടിപ്പോവില്ലെന്ന്. വാടിപ്പോവുമായിരിക്കും, 2-3 ദിവസം കഴിഞ്ഞാൽ വാടിപ്പോവുമായിരിക്കും. എന്നാലും എനിക്കിത് ഒട്ടിക്കാനായിട്ടാണ് തോന്നിയത്. ഇതിന് പകരമായിട്ട് എന്താ പറയുക, കളർ പേപ്പർ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഇലയിൽ കണ്ടില്ലേ, ഈ ഒരു ഇലയിലല്ല, ഈ ഒരു ചെടിയിൽ കണ്ടില്ലേ, 2-3 ഇലകളായിട്ടാട്ടോ വരുന്നത്. മഞ്ഞ കളറുണ്ട്, പച്ച കളറുണ്ട്, ബ്രൗണും മഞ്ഞയും കൂടി മിക്സ് ആയിട്ട് അങ്ങനെ ആട്ടോ ഈ ചെടിയിൽ വരുന്നത്. അപ്പോൾ അതും എല്ലാ ഭാഗത്തായിട്ട് അങ്ങോട്ട് എന്താ പറയുക, ഓരോ ചില്ലകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. താഴെ ഭാഗത്ത് ഞാനെന്താ കുറേശ്ശെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ഇലൻ്റെ ഫുള്ളായിട്ട് വേണ്ട കേട്ടോ, താഴെ ഭാഗം മാത്രം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഫ്ലവറും ഇലകളും ഒക്കെ വന്നപ്പോൾ അടിപൊളിയായില്ലേ. ഇനി നമുക്കിതൊന്ന് ഫ്ലവർ വേസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ ഒരു വേസാട്ടോ എടുത്തിട്ടുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളത്. അതിൽ കുറച്ച് സ്റ്റോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്ക് കുറച്ചും കൂടി സ്റ്റോണൊക്കെ ഇട്ട് കൊടുക്കുക. മറിഞ്ഞൊന്നും വീഴൂലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്റ്റോണും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം കിടുവായില്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിലാട്ടോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിതാ ബാക്ക് ക്യാമറയിൽ കാണിക്കാം കേട്ടോ. ഇത് ടേബിളിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അതേപോലെ എന്താ പറയുക, ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.